ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദൃശ്യം 3 ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം പടം വരുമോ വരില്ല എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ ഒഫീഷ്യലി പടം കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ അനൗൺസ് ചെയ്തു. ഒരു ഹാപ്പി ന്യൂസും കൂടി ഇന്നലെ അപ്ഡേറ്റ് ഉണ്ട്. ഹൃദയപൂർവ്വം എന്നൊരു പടത്തിന് ശേഷം ലാലേട്ടൻ ദൃശ്യം 3യിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ 2013 ഇറങ്ങിയ ദൃശ്യം, ഞാൻ ദൃശ്യം ഫിലിം കാണുന്നത് കോട്ടയത്തു നിന്നാണ്. കോട്ടയം അഭിലാഷ് തിയേറ്ററിൽ നിന്നാണ് ഞാൻ പടം കാണുന്നത്. അന്ന് ആ സമയത്തോടെ വർക്ക് ചെയ്തു. മോർണിംഗ് ഷോ ആണ് കാണുന്നത്. ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ മോശ സമയത്താണ് ആ ദൃശ്യം എന്നൊരു പടം വരുന്നത്. പടം ഇന്ന് മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും ഒരു ടോപ്പ് 20 ഫിലിം എടുത്തു കഴിഞ്ഞാൽ ഒരു 66 കോടി രൂപ കളക്ട് ചെയ്ത് റെക്കോർഡ് ആ ഫിലിം പടത്തിനാണ്. 2013 ആ പടം ഇറങ്ങുന്നത്. ആ സമയത്ത് നമുക്കറിയാം മാക്സിമം ഒരു 100-150 തിയേറ്ററുകളിലെ പടം റിലീസ് ഉണ്ടാവുള്ളൂ. ഒരു ടൗണിൽ വലിയ ടൗണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 തിയേറ്ററുകളിൽ. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയിട്ട് ഏകദേശം 66 കോടി രൂപ പടം കളക്ട് ചെയ്തിട്ടുണ്ട്. അതുവരെ മലയാള സിനിമയിലുണ്ടായിരുന്ന വിപണന സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മിഡിൽ ഈസ്റ്റ് കുറച്ച് സ്ഥലങ്ങളിൽ പടം ഇറങ്ങും, അതിനപ്പുറം വേറെ സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവില്ല. പടം ഹിറ്റാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലങ്ങളിൽ UK അതുപോലെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ചില സെലക്റ്റീവായിട്ടുള്ള കൺട്രീസുകളിൽ മലയാളികൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അതിന് സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പടം ഇറങ്ങാറുള്ളൂ. പക്ഷെ ഇന്ന് മലയാള സിനിമ മലയാളികൾ എവിടെയുണ്ടോ ലോകത്ത് അവിടെയൊക്കെ റിലീസാണ്. അതിനുള്ളൊരു സാധ്യത ഒരുക്കി കൊടുത്ത ഒരു ഫിലിമായിരുന്നു 2013 ഇറങ്ങിയ ദൃശ്യം. ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന മലയാള സിനിമകൾക്ക് വിപണന സാധ്യത അങ്ങേയറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊക്കെ ഒരു മലയാള ഫിലിം കളക്ട് ചെയ്യുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നായിരുന്നു, യൂറോപ്യൻ കൺട്രിയിൽ നിന്നായിരുന്നു നമുക്കറിയാം. ഏകദേശം നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് അവിടെ നിന്ന് കളക്ട് ചെയ്ത് തുടങ്ങി. പ്രൈസിൽ മാറ്റമുണ്ട്, ടിക്കറ്റ് റേറ്റിലും മാറ്റം, എന്നാലും അത്രയും വിപണന സാധ്യത നമ്മളെ കൂട്ടി വന്നൊരു പടമാണ് ദൃശ്യം. അപ്പോൾ ദൃശ്യം കണ്ട് മലയാളികൾ തരിച്ചു. അങ്ങേയറ്റുള്ള സസ്പെൻസ് ത്രില്ലർ, അതുവരെ കാണാത്ത രീതിയിലുള്ള ബോക്സ് ഓഫീസിൽ പല തിയേറ്ററുകൾ പിടിച്ചു നിർത്താൻ പറ്റിയൊരു പടമായിരുന്നു. കാരണം പല തിയേറ്ററുകളന്ന് പൂട്ടിപ്പോണ്ട അവസ്ഥയിൽ ഈ പടം വന്നേ പിന്നെ അവർക്ക് ഒരു ജീവൻ വെച്ചെന്ന് തന്നെ പറയാം. അപ്പോൾ 50-60 ദിവസങ്ങളിലൊക്കെ ഈ പടം ഹൗസ്ഫുൾ ഷോസ് ആയിരുന്നു. ഞാൻ ഈ പടം തൃശ്ശൂർ ആകത്ത് 2-3 പ്രാവശ്യം കണ്ട്, എത്ര പ്രാവശ്യം കണ്ടാലും എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ ആ പടം ഇപ്പോഴും നമ്മൾ ആ പടത്തിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി ഒരുപാട് പറയില്ല. ഓരോ ഡയലോഗ്, ഇമോഷൻസ് എല്ലാം ഭയങ്കര കണക്റ്റ് ആവും നമ്മുടെ എല്ലാ മലയാളികൾക്കും. അപ്പോൾ പടം കഴിഞ്ഞതിന് ശേഷം ഓഗസ്റ്റ് 2 ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയ ദിവസം വരെ ട്രെൻഡായിരുന്നു. ഓരോ വർഷം ഓഗസ്റ്റ് 2 വരുമ്പോൾ ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയ ദിവസം ഓഗസ്റ്റ് 2. അങ്ങനെ 2023 വരെ ഈ സംഭവം ഇങ്ങനെ നിന്നു. അപ്പോൾ ദൃശ്യത്തിൻ്റെ കഥ നമുക്കറിയാം. ജോർജ് കുട്ടി കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾ നാച്ചുറൽ ക്ലബിൻ്റെ ഒരു പരിപാടിക്ക് പോയി അഞ്ജു ജോർജിന് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം, ആ പ്രശ്നത്തിന് ഇടപെട്ട സഹദേവൻ, അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പോലീസ് സ്റ്റേഷൻ, ലാസ്റ്റ് സീന്, അങ്ങനെ നമുക്ക് ട്വിസ്റ്റുകൾ പറയേണ്ട കാര്യമില്ല. മലയാളികൾ ദൃശ്യം കാണാത്ത മലയാളികളുണ്ട്. ദൃശ്യം എത്ര പ്രാവശ്യം കണ്ടെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ദൃശ്യം അവസാനിക്കുന്ന സമയത്ത് ഇനിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല, ജോർജ് കുട്ടി കുടുംബം സേഫാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവസാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2021 പടം OTTയിൽ വരുന്നത്. തിയേറ്ററിൽ ഇറക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത പടം തന്നെയാണ്. പക്ഷേ ആ സമയത്ത് OTTയിലാണ് ഈ പടം റിലീസാവുന്നത്. ആ സമയത്ത് നമ്മൾ പടം കാണുന്ന സമയത്ത് നൈറ്റ് ആണെന്ന് ഒരു 8:30-9 മണിക്കാണ് ഈ പടം സ്ട്രീം ചെയ്യുന്നത്. ആ സമയത്ത് ഈ പടം കാണുന്ന സമയത്ത് ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചു എന്തായിരിക്കും ഈ കഥ. കാരണം ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ലൂപ്പ് പോയിന്റ് വേണം പോലീസിന് കണ്ടുപിടിക്കുക. അതില്ല. ആ സമയത്താണ് സാക്ഷിയായിട്ട് നമ്മുടെ അജിത് കൂത്താട്ടുകൾ വരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ആൾക്കുണ്ടാകുന്നൊരു ഇൻസിഡൻറ്റ് ആ പടം ഡെവലപ്പ് ചെയ്യാണ്. ആ സമയത്ത് കുറേ ക്യാരക്ടേഴ്സ് കയറി വരുന്നുണ്ട്. മുരളി ഗോപി മുതൽ ഒരുപാട് ആളുകൾ കയറി വരുന്നുണ്ട്. വരുൺ പ്രഭാകറിൻ്റെ തിരോധാനം, പ്രഭാകർ, അങ്ങനെ ഇവർ വീണ്ടും തിരിച്ചു വരുന്നു. ആളൊരു പോലീസ് ഓഫീസറാണ്. ആൾക്കൊരു സഹായി ഉണ്ടാവും. ആ സഹായിയുടെ സഹായത്തോടെ വീണ്ടും ഒരു അന്വേഷണത്തിന് വീട് സ്ഥലം വാങ്ങിച്ചാട് 2 ഷാഡോ പോലീസുകാരെ നിയമിക്കുന്നു. കുടുംബമായിട്ട് അറ്റാച്ച്മെൻ്റ് ആകുന്നു. ആ സമയത്ത് ദൃശ്യം 1 ആ ഇൻസിഡൻറ്റ് നടന്ന ആ ദിവസം ജയിലിൽ പോയ ആളൊരു കംബാക്ക്, അവിടെ നിന്ന് ഉണ്ടാകുന്ന ട്വിസ്റ്റുകൾ. ദൃശ്യം 2 വരുന്ന സമയത്ത് നമ്മുടെ ജോർജ് കുട്ടിയൊക്കെ മാറി, ജോർജ് കുട്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ മാറി. നമ്മുടെ അനു ജോർജൊക്കെ വലിയ കുട്ടിയായി. ആൾ പഠിക്കുകയാണ് സെൻറ്റ് ജോസഫിൽ. അപ്പോൾ IG വന്നു ഇവിടെ, ആശാ ശരത്തിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ആൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ പടം ഡെവലപ്പ് ചെയ്യാണ്. അതിനിടയ്ക്ക് മോഹൻലാൽ ഒരു കഥ എഴുതുന്നു, സിനിമ എടുക്കാൻ പോകുന്നു. വിനയചന്ദ്രൻ എന്ന സായികുമാറിൻ്റെ ക്യാരക്ടർ. ആ പടം കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി, കഥ കോപ്പിറൈറ്റ് കിട്ടാൻ വേണ്ടി ബുക്ക് അടിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ പടത്തിൽ. അതായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ ഈ ദൃശ്യം 2 സീനുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ടെന്ന് വെച്ചിട്ടാണ്. കോർട്ട് സീന്, വീണ്ടും ഒരു പോലീസ് സ്റ്റേഷൻ സീന്, കുറേ സീനുകളുണ്ട് ഇമോഷണലി കണക്റ്റ് ആവുന്ന സീനുകൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ദൃശ്യം 3 എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ദൃശ്യം 2 ഒരു സീനുണ്ട്. ഇവർ ഫാമിലിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് പക്ഷേ അഞ്ജു ജോർജിനുള്ള പ്രോബ്ലംസ് ഇപ്പോഴും നിലനിൽക്കുന്ന. പോലീസ് പ്രശ്നങ്ങൾ, പോലീസിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞ് വീണ്ടും ആൾക്ക് മെൻ്റലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പടം കാണുമ്പോൾ അറിയാം.
അതുപോലെ തന്നെ രാത്രികളിൽ ഉറക്കില്ലാതെ ഈ പ്രശ്നത്തിൻ്റെ പേര് നമുക്കറിയാം ഇത് അത്രയും വലിയൊരു പ്രോബ്ലമാണ്. ഏത് കുടുംബത്തിനായാലും ഇപ്പോൾ വരുൺ പ്രഭാകർ അശ്വശരത്ത് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരക്ടറിൻ്റെ കുടുംബത്തിനായാലും ഇതാ അവർക്ക് അവരെ മകനെ നഷ്ടപ്പെട്ടില്ല. അതിൻ്റെതായൊരു എന്തായാലും അവിടെ അറിയാം ഒരു കഥ കിടക്കുന്നുണ്ട്. അവർക്ക് അറിയാം ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ സംഭവിച്ചുള്ളതെന്ന്. ഇവിടെ ഇവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഇവർ നീറിയാണ് ജീവിക്കുന്നത്. അവർക്ക് ഭാഗത്തുണ്ട് അവരെ ന്യായം നോക്കുന്ന സമയത്ത് തെറ്റ് ചെയ്ത് വരുണാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളും ജോർജ് കുട്ടിയുടെ കുടുംബത്തിൻ്റെ. പക്ഷേ ഈ പ്രതികാരം എന്നുള്ള സംഭവം ഇതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ IG അവിടെ നിയമിക്കുന്ന ആ ക്യാരക്ടർ ഇതിൽ മുരളി ഗോപി. അങ്ങനെ പടത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു കോളേജ് സീൻ കാണിക്കുന്നു. അനു ജോർജ് പഠിക്കുകയാണ് സെൻറ്റ് ജോസഫ്, മീന പറയാറുള്ള സെൻറ്റ് ജോസഫിലാണ് പഠിക്കുന്നത്. അങ്ങനെ അനുവിൻ്റെ ഫ്രണ്ട് ഒരു സീൻ കാണിക്കുന്നു. പക്ഷേ ആളൊപ്പം വരുന്നു. എന്ന് തന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാത്ത നമ്മുടെ കാര്യങ്ങൾ വീട്ടിൽ അവതരിപ്പിച്ചോ എന്ന ചോദ്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഫിലിം എന്തായാലും ചോദിക്കുന്നു. അപ്പോൾ അത് ഫണ്ട് സെറ്റായി ദുബായിലുള്ള അങ്കിള് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് ക്ഷണിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അനു ജോർജ് പറയുന്നുണ്ട് അന്ന് ചേച്ചിയുടെ വിഷയത്തോടു കൂടി വീട്ടിലേക്ക് ആര് വന്നാലും അമ്മയ്ക്കൊക്കെ ഭയങ്കര സംശയം. അങ്ങനെ അനു ജോർജിൻ്റെ ഫ്രണ്ട് ഈ ഷോർട്ട് ഫിലിമിൻ്റെ കഥ പറയാണ്. അപ്പോൾ അനു ജോർജ് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കഥയാണോ ഇതിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ കഥ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നു ഇതാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്നങ്ങോട്ട് വരുന്നുണ്ട് എനിക്ക് ആ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേണം മൂഡ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അവനവിടെ എത്തിപ്പെടുന്നത് ഇവർ നൈറ്റ് സ്റ്റേ ചെയ്ത് വിത്ത് അവിടെ എല്ലാ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജോർജ് കുട്ടി പറയുന്നുണ്ട് ഇങ്ങോട്ട് പോവാം നമുക്ക് അഞ്ജുവിനൊരു മാറ്റമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് റെസ്പെൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അറിയാലോ റാണി ജോർജ് കുട്ടിയും കൂടി ചേരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നിർത്താം. അവർക്ക് വെച്ച് വളമേണ്ട ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഇവിടെ എത്തുന്നുണ്ട്. ഒരു വീട്ടിലെത്തിയിട്ട് ഫുള്ള് എൻജോയ് ചെയ്യുന്ന എല്ലാവരുമായിട്ട് കൂടുന്നു. ഒരു പാട്ട് സീൻ വരുന്നു. ആ പാട്ട് സീനിൽ ഭയങ്കര എൻജോയ്മെൻറ്റാണ്. അഞ്ജു ജോർജിൻ്റെ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൾ ഇവരൊപ്പം നിന്ന് കുക്ക് ചെയ്യുന്നു, പാട്ട് പാടുന്നു, അങ്ങനെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെയായി ഇവരെല്ലാ ഫ്രണ്ട്സും കൂടി ഇങ്ങനെ വീടിന് ചുറ്റും നടക്കുന്ന സമയത്താണ് മീന കാഴ്ച കാണുന്നത്. മീന വെച്ചാൽ അനു അതുപോലെ തന്നെ അനുവിൻ്റെ ഫ്രണ്ടും ആ സ്ഥലം എവിടെ ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചായപ്പും ആ വിറക് വരയിൽ അവിടെ നിന്ന് സംസാരിക്കുന്ന ഒരു സീൻ കാണുകയാണ് കിച്ചൻ്റെ ഉള്ളിൽ കൂടെ, ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ അതിങ്ങനെ എക്സൈറ്റ്മെൻ്റ് ആവുന്നുണ്ട്. ഇവളുടെ എക്സ്പ്രഷനും കുറച്ച് സീരിയസ് ആയിട്ടാണ് കാണിക്കുന്നത് ആ സീനിൽ. അപ്പോൾ അവർ തിരിച്ചു വരുന്ന സമയത്ത് അവൻ പോകുന്ന അങ്ങോട്ട് ഞാൻ പറയും ഞാൻ ചേച്ചിയുടെ ജീവിതം വെച്ച് കളിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊന്നും ചെയ്തില്ല, നീ എല്ലാവരും പറഞ്ഞു കൊടുത്തില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അവർ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ ഒരു സീനിലാണ് നമ്മുടെ ദൃശ്യം 3 എന്നൊരു പടത്തിൻ്റെ സാധനം എടുക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അടുത്ത രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ കാണുന്ന 2 ഓപ്ഷനുള്ളൂ. പല രീതിയിലുള്ളതൊക്കെ വരുന്നുണ്ട്. CBI വരും, എനിക്കത് തോന്നുന്നില്ല. എന്നിട്ട് സഹദേവൻ്റെ ഒരു തിരിച്ചു വരവ് അതെനിക്ക് എത്രമാത്രത്തിൽ പിന്നെ കാരണം ലാലേട്ടൻ എന്നൊരു ക്യാരക്ടറിൽ ചെയ്യുന്നത് അതിലും വലിയ കാര്യങ്ങൾ ആൾ ഒതുക്കി തീർത്തിട്ട് സഹദേവൻ എങ്ങനെ തിരിച്ചടിക്കും. പക്ഷേ 3ാമത്തെ കാര്യം അനു ജോർജ് ആളുടെ മകള് ഇവർ തമ്മിൽ സ്ട്രോങ് റിലേഷൻ കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഷോർട്ട് ഫിലിമിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു പ്രശ്നം വരുന്നത്. 2ാമത് ഇവർ തമ്മിൽ റിലേഷൻ വരുന്നത് ഒരു നല്ല ഫ്രണ്ട്സാണെന്ന് മാത്രമല്ല നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം നാളെ സീരിയസ് ആയി വീട്ടിലെന്തെങ്കിലും വിഷയം വന്ന് റാണിയായിട്ട് കണക്റ്റഡ് ആയിട്ട് ജോർജ് വീട്ടിലെത്തുന്ന സമയത്ത് എതിർപ്പ് വരാൻ കാര്യങ്ങൾ വരാം. ആ സമയത്ത് ഒരു എതിർപ്പ് കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ അനു ജോർജിൻ്റെ ഒരു തുറന്നു പറച്ചിലായിരിക്കാം ചിലപ്പോൾ. കാരണം ആ ഇൻസിഡൻറ്റ് നേരിട്ട് കണ്ട ആളാണ്, ആ ബോഡി മറവ് ചെയ്യുന്ന നേരിട്ട് കണ്ട ആളാണ്, ദൃക്സാക്ഷിയാണ്, മകളാണ്. പക്ഷെ ആളൊന്ന് മൈനറായിരുന്നെങ്കിലും 2 പോയിൻറ്റ്സ് ഉണ്ട് കേസിൽ. അപ്പോൾ ഒരു തുറന്നു പറവ് സ്വന്തം വീട്ടിൽ നിന്നുള്ള ഒരാൾ തന്നെയായിരിക്കണം അങ്ങനെ വരാൻ സാധ്യത. പക്ഷെ ഒരിക്കലും അങ്ങനെ വരരുത്. മോഹൻലാൽ ജോർജ് കുട്ടി അതൊന്നും കടന്ന് അടുത്ത കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു ത്രില്ലറാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ക്രൈം അല്ല, ഇനി ക്രൈമില്ല, ത്രില്ലറാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാധ്യതയാണ് അവിടെ കാണുന്നത്. ദൃശ്യം 3 അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ ദൃശ്യം 4 വരട്ടെ. അതൊന്നും കടന്ന് പക്ഷേ ദൃശ്യം 4 ഡെവലപ്പ് ചെയ്യാനുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ വേറെ കാര്യങ്ങൾ കാണുന്നില്ല. ഇത് ഈ പോയിൻ്റ് കാണുന്നത്. സഹദേവൻ്റെ തിരിച്ചുവരവും CBI ഒക്കെ എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് അറിയാൻ പറ്റില്ല, നമുക്ക് നോക്കാം. പിന്നെ ഈ പടം ചെയ്യുന്ന ആളുകൾ നമുക്കറിയാം ബ്രില്യൻസിൻ്റെ ആൾക്കാരാണ്, ജിത്തി ജോസഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടീം. അപ്പോൾ ഇതായിരിക്കും അനു സ്വന്തം മകൾ, സ്വന്തം ബ്ലഡ് റിലേഷൻ, ഇൻസിഡൻറ്റ് കണ്ട ആള്, ഒരു റിലേഷൻഷിപ്പ്, ഷോർട്ട് ഫിലിം എന്ന കാര്യങ്ങൾ കണക്റ്റഡായി തോന്നിയൊരു കാര്യമാണ് ഈ ദൃശ്യം 2 ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സംഭവം. ദൃശ്യം 1 കഴിയുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അജിത് കൂത്താട്ടുകുളത്തിൻ്റെ ജോസ് പറഞ്ഞ ക്യാരക്ടർ അവിടെ വരുന്ന നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതുപോലെ ഇത് ഇൻസിഡൻറ്റ് കണ്ട വേറൊരാളോ നോക്കാം. പക്ഷേ എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ജോർജ് കുട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെയാണോ ഇങ്ങനൊരു പ്രശ്നങ്ങൾ പൊങ്ങി വരാൻ നോക്കാം. ഇത് മൈ ഒപ്പീനിയൻ, മൈ പേഴ്സണൽ ഡീകോഡിങ്.
നിങ്ങൾ നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് കമൻറ്റ് ചെയ്യുക. പറഞ്ഞാൽ എന്തെങ്കിലും ലിമിറ്റേഷനെ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ബൈ കേഷ്.